Perform measuring practice to check the end cap of a piston ring, piston-to-cylinder wall clearance with feeler gauge. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫീലർ ഗേജ് ഉപയോഗിച്ച് പിസ്റ്റൺ സിലിണ്ടർ ക്ലിയറൻസുകൾ പരിശോധിക്കുന്നത് എൻജിൻ സർവീസിംഗിൽ ഉൾപ്പെടുന്നു. കൂടുതൽ ക്ലിയറൻസ് ചോർച്ചയ്ക്ക് കാരണമാകുകയും എൻജിൻ പെർഫോമൻസ് കുറയുകയും ചെയ്യും. പിസ്റ്റൺ സിലിണ്ടർ ക്ലിയറൻസുകൾ ഫീലർ ഗേജ് ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ്. ഫീലർ ഗേജ് വ്യത്യസ്ത തിക്നെസ്സുകളിലുള്ള 26 ബ്ലേഡുകൾ ഉൾക്കൊള്ളുന്നു. മാനുഫാക്ചറിനനുസരിച്ച് എണ്ണം വ്യത്യസ്തമായിരിക്കും. ബ്ലേഡുകളുടെ തിക്നെസ് 0.04 mm മുതൽ 0.63 mm വരെയാണ്. ഫീലർ ഗേജ് ഉപയോഗിച്ച് പിസ്റ്റണും സിലിണ്ടറും എങ്ങനെ അളക്കാമെന്ന് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നു. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് ഫീലർ ഗേജ് ഉപയോഗിച്ച് പിസ്റ്റൺ റിംഗ് ഗ്യാപ്പ് അളക്കുക, ഫീലർ ഗേജ് ഉപയോഗിച്ച് പിസ്റ്റൺ സിലിണ്ടർ ക്ലിയറൻസുകൾ അളക്കുക, ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും, ഫീലർ ഗേജ്, പിസ്റ്റൺ ഫീലർ ഗേജ്, ആവശ്യമായ എക്യുപ്മെന്റുകളും സ്പെയറുകളും, സിലിണ്ടർ ബ്ലോക്ക്, പിസ്റ്റൺ, പിസ്റ്റൺ റിംഗുകൾ, ആവശ്യമുള്ള മെറ്റീരിയലുകൾ, ബനിയൻ തുണി, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഓട്ടോമൊബൈൽ എഞ്ചിനിൽ ഒരു സിലിണ്ടറും പിസ്റ്റൺ അറേഞ്ച്മെന്റും അടങ്ങിയിരിക്കുന്നു. അതിൽ ഇനിപ്പറയുന്ന പ്രധാന ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു: സിലിണ്ടർ ബ്ലോക്ക്, സിലിണ്ടർ ഹെഡ്, ഇൻടേക്ക്, എക്സ്ഹോസ്റ്റ് വാൽവുകൾ, പിസ്റ്റൺ, പിസ്റ്റൺ റിംഗുകൾ, ക്രാങ്ക് ഷാഫ്റ്റ്, ഫ്ലൈ വീൽ. സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ പരസ്പരവിരുദ്ധമാണ്. പിസ്റ്റൺ റിംഗുകളിലൂടെ സിലിണ്ടറുമായി പിസ്റ്റൺ കണക്ട് ചെയ്യുന്നു. പിസ്റ്റൺ റിംഗുകളുടെ പ്രൈമറി ഫംഗ്ഷൻ കംപ്രസ് ചെയ്ത എയർ ഫ്യൂവൽ മിക്സ്ചർ റിംഗുകൾ കടന്ന് ക്രാങ്കേസിലേക്ക് ഒഴുകുന്നത് തടയുന്ന ഒരു സീൽ ഉണ്ടാക്കുക എന്നതാണ്. എന്നിരുന്നാലും ദീർഘകാല ഉപയോഗിക്കുന്നതിലൂടെ ഈ പിസ്റ്റൺ റിംഗുകളുടെ തേയ്മാനം അവയുടെ എഫക്റ്റീവ്നെസ് കുറച്ചേക്കാം. ഇത് കംപ്രസ് ചെയ്ത എയർ ഫ്യൂവൽ മിക്സച്ചർ ക്രാങ്കേസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇതാകട്ടെ പവർ നഷ്ടമാകുന്നതിലേക്ക് നയിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിന് പ്രതികരണമായി ടെക്നീഷ്യൻസ് അതിന്റെ കോമ്പോണന്റുകളുടെ തറോ ആയ ഇൻസ്പെക്ഷന് വേണ്ടി എൻജിൻ ഡിസ്മാൻഡിൽ ചെയ്യുന്നു. ഫീലർ ഗേജ് ഉപയോഗിച്ച് പിസ്റ്റൺ റിംഗ് എൻഡ് പ്ലേയും പിസ്റ്റൺ റിംഗ് ക്ലിയറൻസും എങ്ങനെ പരിശോധിക്കാമെന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. പിസ്റ്റൺ റിംഗ് എൻഡ് ക്യാപ്പ് അളക്കുന്നു. സിലിണ്ടറിലേക്ക് കൃത്യമായി ഒരു കംപ്രഷൻ റിംഗ് വയ്ക്കുക. അതിനെ റിംഗിന്റെ അടിയിലേക്ക് തള്ളുക. പിസ്റ്റണിന്റെ ഹെഡ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്യുക. റിംഗുകളുടെ എൻഡുകളുടെ ഗ്യാപ്പിലേക്ക് ഇറങ്ങുന്ന ഏറ്റവും വലിയ വലിപ്പമുള്ള ഫീലർ ഗേജ് തിരഞ്ഞെടുക്കുക. ഇതാണ് റിംഗ് ഗ്യാപ്പ്. റിംഗ് ഗ്യാപ്പ് വളരെ ചെറുതാണെങ്കിൽ ഗ്യാപ്പ് വർദ്ധിപ്പിക്കുന്നതിന് റിംഗിന്റെ എൻഡുകൾ ശ്രദ്ധാപൂർവം ഫയൽ ചെയ്യാം. ഗ്യാപ്പ് വളരെ വലുതാണെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ബോർ ക്ലിയറൻസിനായി പിസ്റ്റൺ പരിശോധിക്കുക. ഒരു സിലിണ്ടറിന്റെയും പിസ്റ്റണിന്റെയും പിസ്റ്റൺ മുതൽ ബോർ ക്ലിയറൻസ് അളന്നതിനു ശേഷം വീണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ സിലിണ്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതേ പിസ്റ്റൺ ഉപയോഗിച്ചാണ്. പിസ്റ്റൺ റിംഗുകൾ ഇതിനകം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അവ നീക്കം ചെയ്യുക. പിസ്റ്റണിൽ ഒരു സ്പ്രിംഗ് സ്കെയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. പിസ്റ്റൺ ഇൻസ്റ്റാൾ ചെയ്ത അതേ റിലേറ്റീവ് പൊസിഷനിൽ പിസ്റ്റൺ സ്കിട്ടുകളുള്ള സിലിണ്ടർ ബോറിൽ പിസ്റ്റൺ പ്ലേസ് ചെയ്യുക. പിസ്റ്റൺ സ്കർട്ടിനും ബോറിനും ഇടയിൽ ഒരു ഫീലർ ഗേജ് ഇടുക. സ്പ്രിംഗ് സ്കെയിൽ ഉപയോഗിച്ച് സിലിണ്ടറിൽ നിന്ന് പിസ്റ്റൺ വലിക്കുക. സ്പ്രിംഗ് സ്കെയിൽ റീഡിംഗ് റെക്കോർഡ് ചെയ്യുക. ശരിയായ സ്പ്രിംഗ് ഗേജ് റീഡിംഗ് ലഭിക്കുന്നതുവരെ ഫീലർ ഗേജുകൾ മാറ്റുക. ശരിയായ സ്പ്രിംഗ് ഗേജ് റീഡിംഗ് ലഭിക്കുമ്പോൾ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫീലർ ഗേജ് വലുപ്പം പിസ്റ്റൺ ടു ബോർ ക്ലിയറൻസ് ആണ്. പിസ്റ്റൺ സ്ലാപ്പും തത്ഫലമായുണ്ടാകുന്ന പിസ്റ്റണും സിലിണ്ടറും തേഞ്ഞുപോകുന്നത് ഒഴിവാക്കാൻ അമിതമായ പിസ്റ്റൺ ടു ബോർ ക്ലിയറൻസ് ശരിയാക്കണം എന്നത് ശ്രദ്ധിക്കുക. അതിനാൽ ഈ സെഷനിൽ ഒരു പിസ്റ്റൺ റിംഗിന്റെ എൻഡ് ഗ്യാപ്പും പിസ്റ്റൺ ടു സിലിണ്ടർ വാൾ ക്ലിയറൻസും ഫീലർ ഗേജ് ഉപയോഗിച്ച് പരിശോധിക്കാൻ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.